ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ നാട്ടിലെ വെക്കേഷൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നാട്ടിൽ പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടു നോക്കുക. നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. അപ്പം ഞങ്ങൾ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ എല്ലാ പ്രവാസികളെയും പോലെ തന്നെ നമ്മുടെ ഒരു മെയിൻ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ റിലേറ്റീവ്സിൻ്റെ ഒക്കെ വീട്ടിൽ പോകുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ എല്ലാവരും തന്നെ വയനാട്ടിലാണ്. അപ്പോൾ നമുക്ക് ട്രാവലൊക്കെ നല്ല എളുപ്പമാണ്. അപ്പം ഞങ്ങൾ ഒരുവിധം എല്ലാവരുടെ വീട്ടിലും തന്നെ ഒരു പെട്ടെന്നുള്ളൊരു വിസിറ്റാണെങ്കിലും എല്ലാവരുടെ വീട്ടിലും തന്നെ ഒന്ന് പോകാറുണ്ട് കേട്ടോ. മക്കൾസിനാണെങ്കിലും നല്ല ഇഷ്ടമാണ്. ഇങ്ങനെ നമുക്ക് നാട്ടിൽ ഒരുപാട് സ്ഥലങ്ങളും തോട്ടങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ കൂടെ പോകാനും എക്സ്പ്ലോർ ചെയ്യാനും ഓരോ സാധനങ്ങൾ പറിക്കാനും. അപ്പോൾ കരിമ്പൊക്കെ ഇവർ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അപ്പം ഭയങ്കര ഇഷ്ടപ്പെട്ടു. കരിമ്പിൻ്റെ ജ്യൂസ് നമ്മൾ ബാംഗ്ലൂരിൽ നിന്നൊക്കെ കുടിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ പച്ചക്കരിമ്പ് കടിച്ചിരുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അവരതങ്ങനെ എൻജോയ് ചെയ്തു. അപ്പോൾ നമുക്ക് ഏത് വീട്ടിൽ ചെന്നാലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി സാധനങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്തും ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞും ഇവർ രണ്ടുപേരും നന്നായിട്ട് മലയാളം സംസാരിക്കും. അതുകൊണ്ട് നാട്ടിൽ വരുമ്പോഴും വാചകടിക്ക് തടസ്സമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞങ്ങളുടെ കുറച്ച് റിലേറ്റീവ്സ് കോഴിക്കോട് ആ ഒരു ഭാഗത്തൊക്കെയാണ്. അപ്പം ഒരു ദിവസം പിന്നെ അവിടെയൊക്കെ പോയി അങ്ങനെ അവരുടെ കൂടെ കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്ത്. ഇപ്രാവശ്യത്തെ ചൂട് നമുക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. വയനാട്ടിൽ പോലും നല്ല ചൂടായിരുന്നു. അപ്പോൾ നമ്മൾ താഴോട്ടൊക്കെ കോഴിക്കോട്ടേക്കൊക്കെ പോയപ്പോഴത്തേക്കും ലിറ്ററലി നമുക്ക് എന്താ പറയുക, പുഴുങ്ങുന്ന പോലത്തെ ഒരു ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഫാൻ അല്ലെങ്കിൽ AC ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് തളർന്നു പോകുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു. പക്ഷെ അതൊന്നും നമ്മുടെ ഒരു കറക്കത്തെയും യാത്രകളെയും ഒന്നും ബാധിച്ചില്ല. പക്ഷെ നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അത്രയും ഒരു ചൂടായിരുന്നു എന്താണെങ്കിലും ഇപ്രാവശ്യം കേട്ടോ. പിന്നെ അനീഷിൻ്റെ വീട്ടിൽ അനീഷിൻ്റെ ബ്രദറും ഫാമിലിയും, അവർക്ക് 3 പിള്ളേരാണ്, 2 ആൺപിള്ളേരാണ്. അപ്പോൾ ഇവാനും അവരും നല്ല കട്ട കമ്പനിയാണ്. അപ്പോൾ നാട്ടിൽ വരുന്നതിൻ്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെൻറ്റിലൊന്ന് അവരെ കാണുക എന്നുള്ളതാണ്. ഇവരുടെ കസിൻസിനൊക്കെ കാണുന്നതല്ലേ, നമുക്കാണെങ്കിലും കസിൻസ് എപ്പോഴും സ്പെഷ്യലല്ലേ. പിന്നെ ഈസ്റ്ററൊക്കെ ഒരുപാട് നാളുകൾക്ക് ശേഷമായിരുന്നു നാട്ടിൽ. ആ ഒരു വിശുദ്ധവാരമൊക്കെ നാട്ടിൽ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ ആചരിച്ചു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം മൈസൂർ പോയി എൻ്റെ വേറെ കുറച്ച് ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളൊരു 4 പേര് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്. ഞങ്ങളിപ്പോഴും ഭയങ്കര ക്ലോസ് ആണ്. എന്ന് വെച്ചാൽ എപ്പോഴും അങ്ങനെ വിളിക്കുക അങ്ങനെയൊന്നും അല്ല. പക്ഷേ നമ്മൾ മാസത്തിലൊന്നോ അല്ലെങ്കിൽ പല മാസങ്ങളൊക്കെ കൂടി വിളിക്കുമ്പം നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു റിസോർട്ട് ഒരു ദിവസത്തേക്ക് അങ്ങനെ ബുക്ക് ചെയ്തതാണ് കേട്ടോ. ഒരു വലിയൊരു അക്കോമഡേഷൻ ആയിരുന്നു. അപ്പം നല്ല ഒരു എന്താ പറയുക, സച്ച് എ മെമ്മറബിൾ നൈറ്റ് ആയിരുന്നു. ഞാനവിടെ എത്തിയപ്പോൾ വൈകുന്നേരമായി. അപ്പോൾ ആ ഒരു നൈറ്റാണ് ഞങ്ങൾ ഒത്തിരി ലേറ്റ് ആയിട്ടാണ്, ഒരു 2 മണിയൊക്കെ ആയി ഒന്ന് ഉറങ്ങിയപ്പം. ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ലാസ്റ്റ് ടൈം വന്നപ്പോൾ എനിക്ക് ഇവരെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ കണ്ട് കുറേ സമയം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്ത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ നമ്മൾ കണ്ണൂർ പോവുകയാണ് കേട്ടോ. ഞാൻ രാവിലെ തന്നെ റിസോർട്ടിൽ നിന്ന് തിരിച്ച് സ്റ്റാർട്ട് ചെയ്തു. ഇത് മൈസൂർ ടൗണിൽ നിന്ന് ഒരു 10 കിലോമീറ്ററോളം മാറിയായിരുന്നു. അപ്പോൾ ഒരു ഊബറൊക്കെ വിളിച്ച് സിറ്റി സ്റ്റാൻഡിലെത്തിയിട്ട് അവിടെ നിന്നൊരു KSRTC ബസ്സൊക്കെ കിട്ടി. അങ്ങനെ ഞാൻ കൽപ്പറ്റ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴാണ് എത്തിയത് കേട്ടോ. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് പിന്നെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് കണ്ണൂർ എന്ന് പറയുന്നത് ഒരു ഏകദേശം ഒരു 3 മണിക്കൂർ വരും. കണ്ണൂർ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അവിടെ ഒരു വിസ്മയ വാട്ടർ തീം പാർക്കുണ്ട്, അവിടെ പോകാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട്. മക്കൾസിൻ്റെ ഒരു സന്തോഷം. പിന്നെ നമ്മൾ വയനാട്ടിൽ തന്നെ എവിടെയെങ്കിലുമൊക്കെ പോകുന്നതിന് പകരം ഇച്ചിരി ഡ്രൈവ് ചെയ്തൊക്കെ പോകുമ്പം എല്ലാവർക്കും ഒരു സന്തോഷമാണല്ലോ. പിന്നെ ഞങ്ങൾ പോകുന്ന വഴി തന്നെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തി. കണ്ണൂരോട്ടുള്ള ഡ്രൈവും നല്ല രസമാണ്. പിന്നെ നമ്മുടെ വയനാട്ടിൽ കൂടെയുള്ള അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ കൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് എപ്പോഴും നല്ല മനോഹരമല്ലേ. അപ്പം അങ്ങനെ യാത്രയൊക്കെ എൻജോയ് ചെയ്ത് വണ്ടീൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ, AC ഇരിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല, എല്ലാം അടിപൊളി. നല്ല നല്ല ഡ്രൈവായിരുന്നു കേട്ടോ. സുഖമായിട്ട് നമ്മൾ കണ്ണൂരെത്തി. നമ്മളിവിടെ മസ്കോട്ട് ബീച്ച് റിസോർട്ടിലായിരുന്നു നമ്മുടെ സ്റ്റേ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇതൊരു ബീച്ച് സൈഡ് റിസോർട്ടാണ്. പയ്യാമ്പലം ബീച്ചിൻ്റെയൊക്കെ വളരെ അടുത്താണ്. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി അക്കോമഡേഷൻ ആയിരുന്നു. റൂംസൊക്കെ നല്ല സ്പേഷ്യസ് ആയിരുന്നു. വലിയ റൂമായിരുന്നു. അതിനോട് ചേർന്ന് തന്നെ നല്ല വിശാലമായ ഒരു ബാൽക്കണി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നേരെ ബീച്ച് വ്യൂ ആണ്. അപ്പോൾ ഇവിടെ നിന്നാൽ നമുക്ക് സൺസെറ്റൊക്കെ കാണാം. പക്ഷേ ഒരു ക്ലൗഡി ആയിരുന്നു, അതുകൊണ്ട് ഒരു ദിവസം സൺസെറ്റ് ഒന്നും കാണാൻ പറ്റിയില്ല. പക്ഷേ അക്കോമഡേഷൻ സ്റ്റേ നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു. നമ്മൾ ചെക്ക് ഇൻ ചെയ്തപ്പോഴത്തേക്കും വൈകുന്നേരമായിരുന്നു. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമ്മൾ നേരെ പൂളിലോട്ട് വന്നു. നല്ല ചൂടാണല്ലോ, അപ്പോൾ വെള്ളത്തിലോട്ട് ചാടാൻ എല്ലാവർക്കും നല്ലൊരു ഉത്സാഹമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ആ ഒരു ബീച്ച് സൈഡിൽ പൂളിൽ അങ്ങനെ കുറച്ചധികം സമയം ഞങ്ങൾ മക്കൾസും ഞങ്ങളും ഒക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുളിച്ച് ഫ്രഷായി നമ്മൾ പുറത്ത് പോയി ഫുഡൊക്കെ അടിച്ച്. അപ്പോൾ കണ്ണൂരൊക്കെ നമുക്കറിയാമല്ലോ, ഇഷ്ടം പോലെ അടിപൊളി റെസ്റ്റോറൻറ്റ്സ് ആണ്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല, പക്ഷേ നല്ല ഫുഡായിരുന്നു. മക്കൾസും ഞങ്ങളും ഒക്കെ നല്ല എൻജോയ് ചെയ്ത് ഫുഡൊക്കെ അടിച്ച്. അപ്പോൾ ഇത് ഈസ്റ്ററിൻ്റെ തലേന്നാണ് കേട്ടോ. ഇത് ഈസ്റ്ററിൻ്റെ ആ ശനിയാഴ്ചയാണ്. അന്ന് ഉച്ച കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നെക്സ്റ്റ് ഡേ ഈസ്റ്റർ ആയിരുന്നു. ഞങ്ങൾ രാവിലെ തന്നെ പള്ളിയിലൊക്കെ പോയി. നമ്മുടെ റിസോർട്ടിനോട് ചേർന്ന് തന്നെ ഒരു കാത്തലിക് ചർച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി കുർബാനയൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് വന്ന് നമുക്കിവിടെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മളിനി വിസ്മയ വാട്ടർ തീം പാർക്കിലോട്ട് പോവാണ്.
ബ്രേക്ക്ഫാസ്റ്റ് ലൈക്ക് ഓക്കെ ആയിരുന്നു, അങ്ങനെ ഭയങ്കര അടിപൊളിയൊന്നും പറയാനില്ല. നല്ല വിശപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഐറ്റംസും ഞങ്ങൾ ട്രൈ ചെയ്തു. ഇവർക്കാണെങ്കിൽ ഇങ്ങനത്തെ ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടമാണ് കേട്ടോ. എല്ലാ സാധനങ്ങളും കുറച്ച് കുറച്ചെടുത്ത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫുഡൊക്കെ അടിച്ച് പിന്നെ ഞങ്ങൾ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്തു. അപ്പം നല്ല രാവിലെ തന്നെ ഫ്രഷ് ആയിട്ട് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ എല്ലാവരും നല്ല സുന്ദരന്മാരും സുന്ദരികളൊക്കെ ആയിട്ട് ഇരിക്കുമല്ലോ. ഇതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ പുറത്തു നിന്നുള്ളൊരു വ്യൂ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ഞങ്ങൾ അതിലേക്ക് ചുറ്റി നടന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങളിനി വാട്ടർ തീം പാർക്കിലോട്ട് പോവാണ്. നമുക്ക് ഇവിടെ നിന്നൊരു അരമണിക്കൂറോളം ഡ്രൈവ് ഉണ്ട്. അപ്പോൾ രാവിലെ തന്നെ നല്ല ചൂടായിരുന്നു. പക്ഷേ നമ്മൾ വാട്ടർ തീം പാർക്കിലോട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. ചെന്നപാടെ വെള്ളത്തിൽ ചാടാം എന്നുള്ള ഒരു പ്ലാനിലാണ് കേട്ടോ ഞങ്ങളൊക്കെ പോകുന്നത്. പറശ്ശിനിക്കടവാണ് ഈ ഒരു വാട്ടർ തീം പാർക്ക്. സുഖമായിട്ട് അവിടെ എത്തി. അവിടെ ചെന്ന് ടിക്കറ്റൊക്കെ എടുത്ത് അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ഈ വാട്ടർ റൈഡ്സ് ഒന്നും രാവിലെ ഇല്ല, അതൊക്കെ ഒരു ഉച്ചയായിട്ട് അവർ സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്ന്. ഞങ്ങളൊരു 10-11 മണിക്ക് മുന്നേ എത്തി. അപ്പം തന്നെ നല്ല ചൂടെന്ന് പറഞ്ഞാൽ നല്ല ചൂടായിരുന്നു. പിന്നെ നമ്മളതിലെ കറങ്ങി നടന്ന് ഡ്രൈ റൈഡ്സിലൊക്കെ കയറി അങ്ങനെ കുറച്ച് സമയം കളഞ്ഞ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വാട്ടർ റൈഡ്സിലൊക്കെ കയറി. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിയാണിത്. കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജാണ് കേട്ടോ. അനീഷ് അവിടെയാണ് പഠിച്ചത്. അപ്പം ആ വഴി പോയപ്പോൾ ഭയങ്കര ഒരു നൊസ്റ്റാൾജിക്കായിട്ട് അവിടെ നിന്നൊരു ഫോട്ടോയൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് അവിടെ എവിടേക്കോ കയറി എന്തൊക്കെയോ സ്നാക്സൊക്കെ കഴിച്ച്. നാട്ടിൽ പോകുമ്പോൾ ഏറ്റവും വലിയൊരു വീക്ക്നെസ് എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് സ്നാക്സ് കഴിക്കണം എന്നുള്ളതാണ്. ഞങ്ങൾ ഐസ്ക്രീമോ കുൽഫിയോ അങ്ങനെ എന്തൊക്കെയോ മേടിച്ച് കഴിച്ച് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ താമസിക്കുന്ന മസ്കോട്ട് ബീച്ച് റിസോർട്ടിൽ പോയി കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ ഈവനിങ് ഡിന്നർ പുറത്തുനിന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ചുമ്മാ ഇവിടെ വന്നിങ്ങനെ ഇരുന്നതാണ്. അപ്പോൾ ഈ കടലിനോട് ചേർന്നല്ല, അപ്പോൾ നല്ല കാറ്റുണ്ടായിരുന്നു, അപ്പോൾ നല്ല സുഖമായിരുന്നു. എനിക്ക് തോന്നി ഇപ്രാവശ്യം നാട്ടിൽ പോയിട്ട് ഏറ്റവും കൂടുതൽ കുടിച്ചത് ലൈം സോഡയാണ്. സോൾട്ട് ആൻഡ് സ്വീറ്റ് ലൈം സോഡ എവിടെ ചെന്നാലും, കാരണം അതിങ്ങനെ നല്ല തണുത്ത് കുടിക്കുമ്പോൾ നല്ല സുഖമല്ലേ. അപ്പോൾ ഞങ്ങളൊരു സോഡയൊക്കെ കുടിച്ചിരുന്നു, ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് നല്ലൊരു ഈവനിങ് ആയിരുന്നു. പിന്നെ രാവിലെ ഞങ്ങൾ പയ്യാമ്പലം ബീച്ചിൽ പോയി. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. നമ്മൾ താമസിക്കുന്നതിൻ്റെ വളരെ അടുത്താണ്. നല്ല അടിപൊളി ബീച്ചായിരുന്നു കേട്ടോ, ഒട്ടും തിരക്കില്ലായിരുന്നു. അതുപോലെ അവിടെ ക്യാമൽ റൈഡ്സ് ഒക്കെ ഉണ്ട്, പക്ഷേ അതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഞങ്ങളൊരു 7:30 ആയപ്പോൾ എത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ മക്കൾസൊക്കെ വെള്ളത്തിൽ കളിച്ച് നന്നായിട്ട് എൻജോയ് ചെയ്തു. അവർക്ക് ബീച്ച് അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂൾ ഇതൊക്കെയാണ് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. അതൊക്കെ കഴിഞ്ഞ് വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ അതായിരുന്നു നമ്മുടെ ഒരു ഫസ്റ്റ് വീക്ക് എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നേരെ എൻ്റെ വീട്ടിലോട്ടാണ് പോയത്. ഇനിയുള്ള ഒരാഴ്ച അവിടെയാണ്. എൻ്റെ വീട്ടിൽ പപ്പയും മമ്മിയാണ്, പിന്നെ എനിക്ക് 2 സിസ്റ്റേഴ്സും ഒരു ബ്രദറും ആണുള്ളത് കേട്ടോ. അപ്പോൾ ഒരു സിസ്റ്ററും പിള്ളേരും ഞങ്ങൾ വരുന്ന ആ ഒരു സമയത്ത് അടുപ്പിച്ച് അവർ വന്നിട്ടുണ്ടായിരുന്നു. അവരാണ് ബാംഗ്ലൂരുള്ളത്. അവരുടെ അടുത്തോട്ടാണ് നമ്മൾ ആദ്യം പോയത്. പപ്പ നന്നായിട്ട് തബല വായിക്കും കേട്ടോ. ഇത് ഒത്തിരി പഴയ തവലയാണെന്ന് വെച്ചാൽ എനിക്കൊക്കെ ഓർമ്മ വെച്ചപ്പോൾ തൊട്ട് ഈ ഒരു തവലയുണ്ട്. അപ്പോൾ പപ്പ അതിനെ ഒന്ന് റിന്യൂ ചെയ്തെടുത്തതാണ്. അപ്പോൾ മക്കൾസൊന്നും ഇത് അങ്ങനെ വലിയ പരിചയമില്ല. അപ്പോൾ അവരങ്ങനെ ചുമ്മാ അങ്ങ് അടിച്ച് കളിക്കുകയാണ്. അപ്പോൾ പപ്പ അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. എന്താണെങ്കിലും പപ്പേൻ്റെ തബല വായനയൊക്കെ കേട്ട് കുറേ നേരം അവരങ്ങനെ ഇരുന്നു. പിന്നെ ഞാനും സിസ്റ്ററും ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ പോയി. നമ്മുടെ നാട്ടിൽ എന്താ പറയുക, തുണിക്കടകളും ഫാൻസി കടകളും ഒക്കെ ഭയങ്കര രസമല്ല. പ്രത്യേകിച്ച് നമ്മൾ പുറത്തുനിന്ന് വരുമ്പം എനിക്കങ്ങനെ ഇവിടെ ഒന്നും അതിൻ്റെ ഒരു 10-1 പോലും വെറൈറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നാറില്ല. പ്രത്യേകിച്ച് ഈ ഒരു ഫാൻസി ഐറ്റംസ് ഒക്കെ നല്ല രസമല്ലേ, എന്തോരം കളക്ഷനും എന്തോരം വെറൈറ്റിയാണ്. അപ്പോൾ നമുക്കിങ്ങനെ എല്ലാം മേടിക്കാൻ തോന്നും. ഞാൻ ഏറ്റവും അധികം ഷോപ്പിംഗ് നടത്തിയത് ഇപ്രാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കുറേ ഓൺലൈനും മേടിച്ചു, കുറേ ഓഫ്ലൈനും മേടിച്ചു. പിന്നെ നാട്ടിലൊക്കെ ഇങ്ങനെ കടയിൽ കയറി ഷോപ്പ് ചെയ്യുന്ന തന്നെ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പോൾ ഞങ്ങളെ പപ്പ ഡ്രോപ്പ് ചെയ്യും, പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ ബസ്സിനോ ഓട്ടോയ്ക്കോ അങ്ങനെയൊക്കെ പോകും. അപ്പോൾ ഇതീ പറയും പോലെ നമ്മുടെ ഒരുപാട് വർഷത്തിൽ ഞാൻ പഠിച്ചത് മാനന്തവാടിയാണ്. അപ്പം എല്ലാ ദിവസവും ബസ്സിന് വന്നും പോയും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പണ്ട് എപ്പോഴും പോയിക്കൊണ്ടിരുന്ന ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റ്സിലൊക്കെ കയറി എന്തെങ്കിലും സ്നാക്സും ഫുഡും ഒക്കെ കഴിക്കുക എന്നുള്ളതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടം പോലെ സ്നാക്സും ഫുഡും ഇപ്രാവശ്യം പുറത്തുനിന്ന് കഴിച്ചു. പിന്നെ പപ്പേൻ്റെ സൈഡിലുള്ള ഞങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ കാണാനും. അപ്പോൾ ഓരോ ദിവസം ഇങ്ങനെ വൈകുന്നേരം അല്ലെങ്കിൽ സമയം കിട്ടുന്ന പോലെ എല്ലാവരും അടുത്തടുത്താണ്. അപ്പോൾ അങ്ങനെ എല്ലായിടത്തോടെ ഒരു ഓട്ടപ്രദക്ഷിണെങ്കിലൊക്കെ നടത്തും കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ ചെല്ലുമ്പോൾ ഞങ്ങളധികം 3 വീക്സ് അല്ലെങ്കിൽ 3 വീക്സ് + 2-3 ഡേയ്സ് അത്രയൊക്കെ നമ്മുടെ വെക്കേഷൻ ഉണ്ടാവുള്ളൂ. മമ്മിക്ക് എപ്പോഴും പറയും നിങ്ങൾക്ക് കുറച്ചധികം ലീവൊക്കെ എടുത്തിട്ട് വന്നൂടെ. പക്ഷെ ഞങ്ങൾ നോക്കുമ്പോൾ അത് മതിയല്ലേ, നമുക്ക് എല്ലാവരും ഒന്ന് കണ്ടു കേട്ട് അങ്ങനെ പോകാൻ ആ സമയം മതിയെന്ന് തോന്നും. പിന്നെ നമ്മുടെ ലീവും മക്കൾസിൻ്റെ സ്കൂളിലെ ക്ലാസ്സും അങ്ങനെ പല കാര്യങ്ങളും നോക്കിയിട്ടാണ്. അപ്പം നമുക്കിങ്ങനെ ഒരുപാട് ആഴ്ചകളൊന്നും വന്ന് നിൽക്കുക എന്നുള്ളത് സത്യം പറഞ്ഞാൽ പ്രാക്ടിക്കലല്ല. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു മച്ച് അവൈറ്റഡ് ട്രിപ്പാണ്. ഞങ്ങൾ കോതമംഗലത്തോട്ട് പോവാണ്. എൻ്റെ ഒരു സിസ്റ്റർ അവിടെയാണ്. അപ്പോൾ അവരോട് വീടൊക്കെ വെച്ച്, അപ്പോൾ ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പം അതും പിന്നെ അതിൻ്റെ കൂടെ ചെറിയൊരു 3-4 ട്രിപ്പും അതൊക്കെയാണ് ഇനി വരും ദിവസങ്ങളിലെ പരിപാടികൾ. അപ്പം ഞങ്ങൾ ഈ പറയും പോലെ വളരെ നേരത്തെ സ്റ്റാർട്ട് ചെയ്തു. കാരണം മക്കൾസൊക്കെ ഉള്ളത് കൊണ്ട് കഴിയുന്നത്ര നേരത്തെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ പോകുന്ന വഴിക്കാണെങ്കിൽ ഈ പറയും പോലെ സ്നാക്കിങ്ങും ഫുഡടിയും അങ്ങനെയൊക്കെ ആയിട്ടല്ലേ നമ്മൾ ഒരുമിച്ച് ഫാമിലി ആയിട്ടൊരു ട്രിപ്പ് പോകുകയെന്ന് പറഞ്ഞാൽ അത് അത്രയൊരു ഫണ്ണായിട്ടുള്ള കാര്യമാണല്ലോ. നമ്മുടെ കോഴിക്കോട് എറണാകുളം അങ്ങോട്ട് വന്നൊരു മെയിൻ ഹൈവേയിൽ കുറേ പണി നടക്കുകയാണ്. അപ്പം നമ്മൾ വേറൊരു വളഞ്ഞ വഴിയിൽ കൂടിയാണ് പോയത്. പക്ഷേ നല്ല സുഖമായിരുന്നു കേട്ടോ, നല്ല ഡ്രൈവായിരുന്നു, അധികം തിരക്കൊന്നുമില്ലായിരുന്നു. നമ്മൾ ഇന്നിപ്പോൾ നേരെ പോകുന്നത് എറണാകുളത്ത് എൻ്റെ ഒരു ആൻറ്റി ഉണ്ട്, മമ്മീൻ്റെ സിസ്റ്റർ. അപ്പോൾ അവരുടെ അടുത്താണ് പോകുന്നത്. അപ്പോൾ അവിടെ ഇന്ന് നിന്നിട്ട് നാളെയാണ് ഞാൻ കോതമംഗലത്തോട്ട് ഞങ്ങൾ പോകുന്നത്, എൻ്റെ സിസ്റ്ററിൻ്റെ അടുത്തോട്ട്. ആൻറ്റീൻ്റെ
വീട് നല്ല രസമാണ് കേട്ടോ. കുറേ സ്ഥലമൊക്കെ ആയിട്ട് വലിയൊരു കുളമൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് അതിലങ്ങനെ കാര്യമായിട്ട് വെള്ളമൊന്നുമില്ല. അപ്പോൾ നല്ല രസമാണ്. പിള്ളേർക്കാണെങ്കിലും കുറേ ഫ്രൂട്ട്സും അതും ഇതൊക്കെ ഉണ്ട് അവരുടെ സ്ഥലത്ത്. അപ്പോൾ അങ്ങനെ പറമ്പിലൊക്കെ നടന്ന് കിട്ടുന്നതൊക്കെ പറിച്ച് കഴിച്ച് മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പച്ച മാങ്ങയൊക്കെ പറിച്ച് പിന്നെ പാപ്പനൊരു അടിപൊളി കുക്കാണ്. ഫുള്ള് വെറൈറ്റിയുടെ ആളാണ് കേട്ടോ. ഒരു സാധനം ഒരേ രീതിയിൽ പിന്നെ ഉണ്ടാക്കാറില്ല. അപ്പോൾ പാപ്പൻ്റെ സ്പെഷ്യൽ ബിരിയാണിയൊക്കെയാണ്, വെറൈറ്റി രീതിയിലുള്ള ദമ്മിടലൊക്കെയാണ്. ഇതൊന്നും ആരും അനുകരിക്കാൻ ശ്രമിക്കരുത് കേട്ടോ. പക്ഷേ നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു. ഓരോ പ്രാവശ്യം വരുമ്പോഴും എന്തെങ്കിലുമൊക്കെ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളുണ്ടാകും. പാപ്പൻ്റെ അച്ചാറും എല്ലാം അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. അതുപോലെ പാപ്പനൊരു അസാധ്യ ആർട്ടിസ്റ്റാണ്. സൂപ്പറായിട്ട് വരയ്ക്കും. ഇങ്ങനെ കസ്റ്റമൈസൊക്കെ ചെയ്ത് ആളുകൾക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ പാപ്പൻ വരച്ചാണ്. ഇത് പാപ്പൻ്റെ ഫാദർ വരച്ചാണ് കേട്ടോ. ഇത് ഒറിജിനൽ പെയിൻറ്റിംഗ് ആണ്. പാപ്പൻ്റെ പപ്പയും നല്ലൊരു ആർട്ടിസ്റ്റായിരുന്നു. അപ്പം കുറേ നല്ല രസമുള്ള പെയിൻറ്റിംഗ് ആണ്. നമ്മളിങ്ങനെ നോക്കി നിന്നു അതിൻ്റെ ഡീറ്റെയിൽസ്, അത്രയ്ക്ക് രസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രാവിലെ റെഡിയായിട്ട് നമ്മളിനി കോതമംഗലത്തോട്ട് പോവുകയാണ്. അപ്പോൾ റെഡിയായി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മളിനി ഇവിടെ നിന്ന് ടാറ്റ ബൈ ബൈ പറയാണ്. നമ്മളിനി നേരെ കോതമംഗലത്തോട്ടാണ് പോകുന്നത്. ഏകദേശം ഒരു 1.5 മണിക്കൂർ ഡ്രൈവ് ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. ഞങ്ങളൊരു ഉച്ചയായപ്പോഴത്തേക്കും അവിടെ എത്തി. പിന്നെ ടീന നല്ല അടിപൊളി ലഞ്ചൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ സിസ്റ്ററാണ് കേട്ടോ. ചോറും കറികളും ആയിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടം ചോറും ഇങ്ങനെ കുറേ കറികളാണ്. അപ്പോൾ ഫിഷ് ഫ്രൈയും മോരുകറിയും തോരൻ കറിയും ഒക്കെ ഉണ്ടായിരുന്നു. അത് കൂട്ടി നല്ല അടിപൊളിയായിട്ട് ലഞ്ചൊക്കെ കഴിച്ച് ഇനി ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ മൂന്നാർ പോവാണ്. അപ്പോൾ ഇന്നത്തെ സ്റ്റേ മൂന്നാറാണ്. നമുക്ക് ഏകദേശം ഒരു 2 മണിക്കൂർ ഡ്രൈവ് ആയിരുന്നു കേട്ടോ കോതമംഗലത്ത് നിന്ന്. നല്ല ബ്യൂട്ടിഫുൾ സീനിക് ഡ്രൈവ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ നിർത്തി അങ്ങനെയാണ് പോയത്. മക്കൾസൊക്കെ ആണെങ്കിൽ എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ അവരിങ്ങനെ വണ്ടിയിലിരുന്ന് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടുള്ള ജേണി ആയിരുന്നു. ഞങ്ങളൊരു ഹോം സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് ആനക്കുളം എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് ചെക്ക് ഇൻ ചെയ്ത് റൂമൊക്കെ ഒന്ന് നോക്കി. നല്ല റൂമായിരുന്നു. ഒരേപോലത്തെ 4 റൂമായിരുന്നു. ഇതിൻ്റെ ഓണർ ഇതിനോട് ചേർന്ന് തന്നെയാണ്. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇങ്ങനൊരു ഹോം സ്റ്റേയും അതിൻ്റെ മേലെ ഓണറും അങ്ങനെയായിരുന്നു. അവരാണെങ്കിൽ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളുകളായിരുന്നു. പിന്നെ നല്ല കാം ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ഇൻ ചെയ്തിട്ട് നമ്മളിനി ആനക്കുളത്തോട്ട് പോവാണ്. അപ്പോൾ അങ്ങോട്ടുള്ള ഡ്രൈവ് ഒന്നും പറയാനില്ല, അതിമനോഹരമായിരുന്നു. ഞങ്ങൾ താമസിക്കുന്നിടത്ത് നിന്ന് 1 മണിക്കൂറോളം ഡ്രൈവ് ഉണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ ചെന്നപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ആനകളുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു തോട്ടിലിങ്ങനെ കുറേ ഉറവകളുണ്ട്. അപ്പോൾ അതിൽ ചെറിയൊരു ഉപ്പുരസമുണ്ട്. അപ്പോൾ അത് കുറേ നേരം ഇങ്ങനെ കുടിക്കുമ്പം ആനയ്ക്കും ഒരു ലഹരി കിട്ടും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് കുറേ സമയം ഇവരിവിടെ വന്നിട്ട് മണിക്കൂറുകളോളം നിന്നിട്ട് ഇങ്ങനെ ആ ഉറവയിൽ നിന്ന് അങ്ങനെ വെള്ളം കുടിക്കും. ഞങ്ങൾ ചെന്ന സമയത്ത് ഒരു 8 ആനകളൊക്കെ ഉണ്ടായിരുന്നു. കുറേ കുട്ടിയാനകളും ചില സമയത്ത് 30, 40, 50 ആനകൾ വരെയൊക്കെ വരുമെന്ന് പറയുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ ഒരു ചായക്കടയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് സ്നാക്സ് ഒക്കെ കഴിച്ച് ഞങ്ങളങ്ങനെ തിരിച്ചു വന്നു. പിന്നെ വൈകുന്നേരം നമുക്ക് ഫുഡ് ഇവിടെ നിന്ന് തന്നെയായിരുന്നു കേട്ടോ. അപ്പം ഈ സുനിൽ ചേട്ടൻ എന്നാണ് ഈ ഓണറുടെ പേര്. പുള്ളി നമുക്ക് ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്തു തന്നു. അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണമെന്ന് നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞതനുസരിച്ച് പുള്ളി എല്ലാം ഉണ്ടാക്കി തന്നു. ഞങ്ങൾ പുറത്തിരുന്ന് ഫുഡൊക്കെ കഴിച്ച് നല്ല അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രാവിലെ തന്നെ സൂര്യോദയം കാണാൻ വേണ്ടി പോവാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സൺറൈസ് കാണുന്നത് കേട്ടോ. ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ വളരെ അടുത്താണ്. പക്ഷേ ഇതൊരു കുറച്ചിങ്ങനെ കയറ്റം കയറി പോകണം. അങ്ങനത്തെ ഒരു റോഡാണ്. വണ്ടി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്ത് പിന്നെ കുറച്ച് ദൂരം നടന്ന് വേണം അവിടെ എത്താൻ വേണ്ടിയിട്ട്. എന്ത് ഭംഗിയാന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും രസമായിരുന്നു കേട്ടോ ആ ഒരു അങ്ങോട്ടുള്ളൊരു യാത്രയും. അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ കുറച്ച് ക്ലൗഡി ആയിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു സൺറൈസ് കാണാൻ പറ്റില്ല എന്ന്. പക്ഷേ ഞങ്ങളങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തപ്പോഴത്തേക്കും പതുക്കെ അങ്ങനെ സൂര്യൻ ഉദിച്ച് വന്നു. നല്ല അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു കേട്ടോ. കൊട്ടപ്പാറ ഹിൽ ടോപ്പ് വ്യൂ പോയിൻ്റ് അങ്ങനെയാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. അപ്പം നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. ഞങ്ങൾ കണ്ണ് നിറയെ സൂര്യോദയമൊക്കെ കണ്ട് പിന്നെ ഞങ്ങളിങ്ങോട്ട് വരുന്ന വഴി അതിലും മനോഹരമായിട്ടുള്ള വേറൊരു സ്ഥലം. അവിടെ ഇങ്ങനെ നിറച്ച് എന്താ പറയുക മേഘങ്ങൾ നമ്മളെ വന്ന് തൊടുന്ന പോലത്തെ ഒരു സ്ഥലം കേട്ടോ. അവിടെയും കുറച്ച് അധികം നേരം ഇങ്ങനെ നിന്നു കേട്ടോ. നമുക്ക് രാവിലെ എണീക്കാൻ എല്ലാവർക്കും മടിയാണ്. പക്ഷെ നമ്മൾ രാവിലെ എണീറ്റ് പോയിട്ടുള്ള ഇങ്ങനത്തെ ഒരു സൺറൈസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു റിഫ്രഷ്മെൻ്റ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അല്ലേ. നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നു. ഇവിടെ വന്നില്ലെങ്കിൽ ശരിക്കും അതൊരു നഷ്ടമായേനെ. ഞങ്ങളുടെ ഓണറില്ലേ സുനിൽ ചേട്ടൻ, പുള്ളി പറഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സൺറൈസ് ഒക്കെ കാണാൻ വേണ്ടി വന്നത് കേട്ടോ. പിന്നെ രാവിലെ ഇവിടെ നിന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നല്ല ഫുഡായിരുന്നു. ഇഡ്ഡലി, സാമ്പാർ, ചമ്മന്തി, കാപ്പി, ചായ അങ്ങനെയൊക്കെ സിമ്പിളായിരുന്നു. പക്ഷെ നല്ല അടിപൊളിയായിരുന്നു. രാത്രിയിലത്തെ ഫുഡും അതുപോലെ വളരെ നല്ലതായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മുമ്പിൽ തന്നെ ഇവർ കുറച്ചിങ്ങനെ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു പ്ലസൻറ്റ് സ്റ്റേ ആയിരുന്നു. മൂന്നാറിൽ വന്നപ്പോഴാണ് നമുക്ക് ചൂടൊക്കെ ഒന്ന് കുറഞ്ഞത് കേട്ടോ. അത്യാവശ്യം നല്ലൊരു വെതറായിരുന്നു.
അപ്പം ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ മൂന്നാർ ഒന്ന് കാണാൻ വേണ്ടി പോകണം. അപ്പോൾ ഇവിടെ ഒരു ലക്ഷ്മി എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടാണ് നമ്മൾ ആദ്യം പോകുന്നത്. മെയിനായിട്ട് നമ്മുടെ തേയിലത്തോട്ടങ്ങളാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യമായിട്ടാണ് ഈ മൂന്നാറിൽ വരുന്നത്. അപ്പോൾ നമ്മൾ വയനാട്ടിലും നമുക്ക് ഇഷ്ടം പോലെ തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മളങ്ങനെ ഒരുപാടൊന്നും പ്രതീക്ഷിക്കാതെയാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ വേറെ ലെവലാണ്. ഫുള്ള് എനിക്ക് തോന്നുന്നു 10,000 ഏക്കേഴ്സ് ആയിരിക്കും. അത്രയും വലിയ തേയിലത്തോട്ടങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെയുള്ള ഒരു ഡ്രൈവ് നല്ല രസമായിരുന്നു. പിന്നെ നമുക്കിങ്ങനെ പല സ്ഥലങ്ങളിലും നമുക്കിങ്ങനെ നിർത്താനും ഫോട്ടോ എടുക്കാനും ഒക്കെ അതിനുള്ള ഒരു സൗകര്യമുള്ള രീതിയിലാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ പല നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ സ്ഥലങ്ങളിലൊക്കെ നിർത്തി അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ആ ഒരു ഡ്രൈവ് നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇനി നമ്മൾ കൈൻഡ് ഓഫ് തിരിച്ച് വരികയാണ്. അപ്പോൾ നമ്മൾ മൂന്നാർ ടൗൺ വഴി പിന്നെ പൊന്മുടി ഡാം അതിൽ കൂടെയൊക്കെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് വേറൊരു വഴിയിൽ കൂടെ തിരിച്ച് വരാനുള്ള പരിപാടിയാണ് കേട്ടോ. മൂന്നാർ ടൗണിൽ ഇവിടെ റിപ്പിൾ ടീയുടെ ഒരു കടയുണ്ട്. അപ്പോൾ അവിടെ നല്ല ചായപ്പൊടിയൊക്കെ കിട്ടും എന്ന് കേട്ടിട്ട് അവിടെ നിന്ന് കുറച്ചധികം ചായപ്പൊടികളൊക്കെ പലതരത്തിലുള്ളതുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനത്തെ കുറച്ച് ടീ പൗഡറൊക്കെ മേടിച്ചു. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മളിനി പൊന്മുടി ഡാം വഴി അങ്ങനെ പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ എല്ലാവർക്കും അത്യാവശ്യം വിശന്നു. അപ്പോൾ ഞങ്ങൾ ചുമ്മാ ഒരു ചായയും സ്നാക്കും ഒക്കെ കഴിക്കാൻ ഓർത്ത് കയറിയതാണ്. പക്ഷേ ഒരു ഓൾമോസ്റ്റ് 12 മണി ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ സ്നാക്സൊക്കെ കുറച്ച് വലുതായിപ്പോയി. ഈ മസാല ദോശയും പിന്നെ പൊറോട്ടയും അങ്ങനെയൊക്കെ മേടിച്ച് അത്യാവശ്യം ഫുഡൊക്കെ അടിച്ച് പിന്നെ ഇത് പൊന്മുടി ഡാമാണ്. ഞങ്ങൾ വരുന്ന വഴിയാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ നിർത്തി അതിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് പിന്നെ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ച് അങ്ങനെ വൈകുന്നേരമാണ് ഞങ്ങൾ തിരിച്ചെത്തിയത്. പിന്നെ വൈകുന്നേരം വീട്ടിൽ തന്നെയായിരുന്നു ഫുഡൊക്കെ അടിച്ച് അങ്ങനെ പുറത്തിരുന്ന് കുറേ കത്തിയൊക്കെ അടിച്ച് നല്ല ചൂടാണല്ലോ. അപ്പോൾ പുറത്തിരിക്കുന്നതാണ് ഏറ്റവും സുഖം. വൈകുന്നേരം ആകുമ്പോൾ ചെറിയ കാറ്റൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവിടേക്ക് ഇരുന്ന് പിന്നെ നെക്സ്റ്റ് ഡേ ഞങ്ങൾ ഇവിടെയായിരുന്നു. അങ്ങനെ വലിയ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലായിരുന്നു. ഒരു റിലാക്സിങ് ഡേ ആയിരുന്നു. ഉച്ച കഴിഞ്ഞ് ചുമ്മാ ഒന്ന് പുറത്തൊക്കെ പോയി അങ്ങനെ ഒരു കാം ഡേ ആയിരുന്നു. ഇത് നെക്സ്റ്റ് ഡേ പിന്നെ രാവിലെ തന്നെ ഞങ്ങൾ തിരിച്ച് വയനാട്ടിലോട്ട് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഈ ട്രാവൽ ചെയ്ത സമയത്ത് നോമ്പിൻ്റെ സമയമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഹോട്ടൽസും ഇല്ലായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോഴും ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോഴും സെയിം കോഫി ഹൗസിൽ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് വയനാട്ടിലോട്ടുള്ള യാത്രയിലാണ്. നല്ല ഡ്രൈവായിരുന്നു കേട്ടോ ഇപ്രാവശ്യം. അങ്ങനെ നമുക്കൊരു ഭയങ്കര ഒരു ട്രാഫിക്കോ ബ്ലോക്കോ അങ്ങനെ ഒരു മടുപ്പൊന്നും തോന്നിയില്ല. നല്ലൊരു എൻജോയ് ചെയ്ത ഡ്രൈവായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോയ അത്ര സന്തോഷമില്ല തിരിച്ചു വരുമ്പോൾ. എനിക്ക് പലപ്പോഴും തോന്നും നമ്മളിങ്ങനെ ഓരോ യാത്രകൾ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളില്ലേ നമ്മളതിങ്ങനെ ഒരുപാട് കാത്തിരുന്ന് പിന്നെ അതങ്ങ് തീരുമ്പോൾ നമുക്കൊരു സങ്കടമാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ചിവിടെ കൽപ്പറ്റ എത്തി. അപ്പം എൻ്റെ കുറേ കാലമായിട്ടുള്ള അല്ലെങ്കിൽ ഇപ്രാവശ്യത്തെ ഒരു ബക്കറ്റ് ലിസ്റ്റുള്ള കാര്യമായിരുന്നു ചട്ടിച്ചോറ് കഴിക്കണം എന്നുള്ളത്. അങ്ങനെ ചട്ടിച്ചോറൊക്കെ ഓർഡർ ചെയ്ത്. പക്ഷേ എനിക്കിതിലിഷ്ടം നമ്മുടെ സാധാരണ സദ്യയാണ് കേട്ടോ. ഇത് ടു ഹെവി ആയിട്ട് തോന്നി. കുറേ മീനും ചിക്കനും ബീഫും എല്ലാം കൂടെ ടു മച്ച് ആയിട്ട് തോന്നി കേട്ടോ. എന്താണെങ്കിലും പറ്റുന്ന പോലെയൊക്കെ കഴിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് മമ്മിയുടെ ബർത്ത്ഡേ ആയിരുന്നു അന്ന്. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഞങ്ങൾ വന്നിട്ടൊരു കേക്ക് കട്ടിംഗ് ഒക്കെ നടത്തി. ഇനിയിപ്പോൾ ഞങ്ങൾ വരാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വരുവാണ്. അപ്പോൾ അതിനു മുന്നേയുള്ള പിള്ളേരുടെ ആഘോഷങ്ങളാണ്. അപ്പോൾ ഏറ്റവും അധികം എൻജോയ് ചെയ്തതും എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഇവർക്കാണ് കേട്ടോ. പിന്നെ വീട്ടിലുണ്ടായിരുന്ന ഒരു ദിവസം ഫൈനൽ പാക്കിങ്ങും കുറച്ച് ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്കിനി തിരിച്ചു പോകാനുള്ള സമയമായി. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് രാത്രിയാണ്, അതായത് രാത്രി 11:55 ആ ഒരു സമയത്താണ് നമ്മുടെ ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ ബാംഗ്ലൂരിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ രാവിലെ ഇവിടുന്ന് ബാംഗ്ലൂരോട്ട് പോയിട്ട് അവിടെ എൻ്റെ സിസ്റ്റർ ഉണ്ടല്ലോ അവളുടെ അടുത്ത് പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് എയർപോർട്ടിലോട്ട് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ റെഡിയായി. ഇവരൊക്കെ ഒരു ഫൈനൽ ബൈ പറയാണ്. അപ്പോൾ എല്ലാവർക്കും കുറച്ച് സങ്കടമൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങളുടെ കൂടെ മമ്മി വരുന്നുണ്ട്, അനീഷിൻ്റെ മമ്മി. അപ്പോൾ അനീഷിൻ്റെ അനിയൻ അവരുടെ കൂടെയാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ മക്കൾക്കൊക്കെ മമ്മീനെ ഭയങ്കര കാര്യമാണ്. അപ്പോൾ മമ്മി പോകുന്നതിൻ്റെ ഒരു ഭയങ്കര സങ്കടത്തിലാണ് അവർ. അപ്പോൾ മമ്മി ഞങ്ങളുടെ കൂടെ വരുന്നതാണ് ഞങ്ങളുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫൈനൽ പാക്കിങ്ങും ഒക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഡ്രൈവ് ചെയ്താണ് പോകുന്നത്. ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പം അവിടെ നിന്നൊരു വണ്ടി റെൻറ്റിനെടുത്ത് അങ്ങനെയാണ് വന്നത്. അപ്പം ഞങ്ങളുടെ ഇവിടുത്തെ കറക്കമൊക്കെ ഇതിലായിരുന്നു. ഇനിയിപ്പോൾ തിരിച്ചു പോകുമ്പോൾ എയർപോർട്ടിൽ തന്നെ ഇത് ഡ്രോപ്പ് ചെയ്താൽ മതി. അപ്പം നമുക്കത് ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ട് തോന്നി കേട്ടോ. അപ്പോൾ നമ്മുടെ വന്ന വഴികളിൽ കൂടെ തന്നെ തിരിച്ച് പോവാണ്. നമ്മുടെ ബന്ദിപ്പൂർ ഫോറസ്റ്റൊക്കെയാണ്. അങ്ങനെ തിരിച്ചു പോകുമ്പോൾ എനിക്കങ്ങനെ ഭയങ്കര സങ്കടമൊന്നും തോന്നാറില്ല. പക്ഷേ നമുക്ക് വിഷമം ശരിക്കും വരിക നമ്മൾ തിരിച്ചിവിടെ എത്തിക്കഴിയുമ്പോഴാണ് കേട്ടോ. കുറച്ച് ദിവസത്തേക്ക് നമുക്കൊരു ശൂന്യതയാണ്. കാരണം കഴിഞ്ഞൊരു 3-4 ആഴ്ചയായിട്ട് നമ്മൾ വേറൊരു ലോകത്തായിരുന്നല്ലോ. അപ്പോൾ അതുമായിട്ടൊന്ന് പൊരുത്തപ്പെടാൻ കുറച്ച് സമയമെടുക്കും. എന്നാലും ഞാനങ്ങനെ ഭയങ്കര ഇമോഷണലായിട്ടുള്ള ഒരാളൊന്നുമല്ല. എല്ലാം എൻജോയ് ചെയ്യുന്നു. നമ്മളിവിടെയുള്ള സമയം നമ്മൾ എൻജോയ് ചെയ്യുന്നു. പിന്നെ അല്ലേ നമ്മൾ ചൂസ് ചെയ്തൊരു ലൈഫാണല്ലോ പുറത്ത്. അപ്പോൾ അതും എൻജോയ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ നല്ല സുഖമായിരുന്നു കേട്ടോ. ഡ്രൈവൊക്കെ പറയുമ്പോൾ ഹൈവേയും കൂടെ വന്നതുകൊണ്ട് വളരെ
സുഖമായിട്ടുള്ള ഡ്രൈവായിരുന്നു. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴി ഇവിടെ A2Bന്ന് ലഞ്ചൊക്കെ കഴിച്ചാണ് കേട്ടോ. ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് സ്പോട്ടായിരുന്നു A2B. അങ്ങനെ ഫുഡൊക്കെ അടിച്ച് പിന്നെ ഞങ്ങൾ വൈകുന്നേരം, അപ്പോൾ സേറയ്ക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പാനിപ്പൂരി കഴിക്കണം. അപ്പോൾ ഞങ്ങൾ ആദ്യം ബാംഗ്ലൂർ ഉണ്ടായിരുന്ന 2 ദിവസം അത് പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങനെ നിന്നപ്പോഴാണ് കറക്റ്റ് നമ്മുടെ വീടിന് മുമ്പിൽ കൂടെ ഒരു പാനിപ്പൂരി പോകുന്ന കണ്ടത്. സേറ ഇവാനും കൂടെ ഓടിപ്പോയി പാനിപ്പൂരിക്കാരനെ പിടിച്ച് നിർത്തി ഞങ്ങളെല്ലാവരും പാനിപ്പൂരിയൊക്കെ കഴിച്ച് അങ്ങനെ അവർക്ക് അത് സന്തോഷമായി. സേറ ഇങ്ങനെ കഴിക്കാൻ പറ്റിയില്ലോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ വൈകുന്നേരം ഒരു 8 മണിയൊക്കെ ആയപ്പം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ എയർപോർട്ടിലോട്ട് വിടുകയാണ്. എനിക്ക് ഈ സമയത്തൊന്നും എനിക്കങ്ങനെ വലിയ വിഷമം തോന്നാത്തതിൻ്റെ വേറൊരു കാരണം, എനിക്ക് ഫ്ലൈറ്റിൽ കയറാനുള്ള ഒരു പേടിയുണ്ടല്ലോ. അത് വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എപ്പോഴും യാത്ര കഴിയുമ്പോഴാണ്. അതുപോലെ വീട്ടിൽ ചെല്ലുന്ന ഒരു എക്സൈറ്റ്മെൻ്റ് ആണെങ്കിലും എനിക്ക് അതിന് മുമ്പുള്ള ദിവസങ്ങളിലൊന്നും വലിയ എക്സൈറ്റ്മെൻറ്റ് തോന്നില്ല. കാരണം ഫ്ലൈറ്റിൽ കയറി വേണമല്ലോ അവിടെ എത്താൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ ആ ഒരു മൂഡിലോട്ട് വരുള്ളൂ. അതുപോലെ ഈ നാട്ടിൽ നിന്ന് വരുന്നതിന് സങ്കടമാണെങ്കിലും തിരിച്ച് ഇവിടെ ലാൻഡ് ചെയ്ത് കഴിയുമ്പോഴാണ് എല്ലാം കഴിഞ്ഞല്ലോ എന്നുള്ള ആ ഒരു മിസ്സിങ് ഫീലിംഗ് വരിക. അപ്പോൾ എയർപോർട്ടിലുള്ള ഡ്രൈവ് ആണെങ്കിലും നല്ല സുഖമായിരുന്നു. ഇപ്പോൾ എന്താണെന്നറിയില്ല, മൊത്തത്തിൽ ഡ്രൈവിംഗ് വളരെ സുഖമായിട്ട് തോന്നി. അങ്ങനെ ഭയങ്കര ട്രാഫിക്കൊന്നും എവിടെയും കണ്ടില്ല എന്നുള്ളതാണ് കേട്ടോ. ചിലപ്പോൾ നമ്മൾ പോയ സമയത്തിൻ്റെയൊക്കെ ആവാം. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി. അപ്പോൾ നമുക്ക് ഈ വണ്ടിയും കൂടെ കൊടുക്കേണ്ടതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പുതിയ ടെർമിനൽ 2 ഇല്ലേ, അതൊന്ന് വിശദമായിട്ട് ഇങ്ങനെ നടന്നു കണ്ടു. നല്ല സൂപ്പർ ഡ്യൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളങ്ങനെ അതിൻ്റെ ചുറ്റും നടന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത്. അപ്പോൾ നമുക്ക് കുറേ സമയം ഉണ്ടായിരുന്നു നമ്മുടെ ബോർഡിങ്ങിന് മുന്നേ. ചെക്കിനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയമായപ്പോഴത്തേക്കും നമ്മൾ കൗണ്ടറിൽ എത്തിയിരുന്നു. ആദ്യമായിട്ടായിരിക്കും ഇത്ര നേരത്തെ ചെക്കിനൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആരും ഇല്ലായിരുന്നു. പെട്ടെന്ന് തന്നെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞു. മമ്മി കൊറോണയുടെയൊക്കെ സമയത്ത് ഞങ്ങളുടെ കൂടെ ഒരു വർഷം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മമ്മി ഒരു 2-3 മാസം നിൽക്കാൻ വേണ്ടി അങ്ങനെ വന്നതായിരുന്നു. 2020 ഞങ്ങളിങ്ങോട്ട് വന്ന ഉടനെ തന്നെ അപ്പോഴാണ് നമ്മുടെ കോവിഡൊക്കെ വന്നിട്ട്. അപ്പം മമ്മി അങ്ങനെ പിന്നെ ട്രാവൽ ചെയ്യാൻ പറ്റിയില്ല തിരിച്ച്. അപ്പോൾ അങ്ങനെ ഓൾമോസ്റ്റ് ഒരു 1 ഇയർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴാണ് വീണ്ടും വരാനുള്ളൊരു സാഹചര്യം ഉണ്ടായത്. ഞങ്ങൾ ബോർഡിംഗ് പാസ്സൊക്കെ കളക്ട് ചെയ്ത് പിന്നെ ഞങ്ങൾ അവിടെ ചുറ്റി നടന്ന് ഈ ടെർമിനൽ 2 കുറേ അങ്ങനെ രസമുണ്ട്. നല്ലൊരു ഗാർഡനിൽ കയറിയ പ്രതീതിയാണ്. കുറേ ചെടികളും പൂക്കളും എല്ലാം തന്നെ റിയൽ പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. അതുകൊണ്ട് ഞങ്ങളാണെങ്കിലും വളരെ പതുക്കെ, പിന്നെ മക്കൾസും കുറച്ച് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ സമയം പോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഇവിടെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഡ്യൂട്ടി ഫ്രീയിലൊക്കെ പോയി. ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നും മേടിച്ചൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ച്, ഞങ്ങൾ ഓൾറെഡി ചെറിയൊരു ഡിന്നർ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. എന്നാലും കുറേ നേരം ഇതിലിങ്ങനെ കറങ്ങി നടക്കുന്നു. പിന്നെ മക്കൾസിനാണെങ്കിലും എന്തെങ്കിലുമൊക്കെ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ ഒരു സമയവും പോവും, അവർക്കൊരു ഇഷ്ടമുള്ള കാര്യമാണല്ലോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മുടെ ഗേറ്റൊക്കെ കണ്ടുപിടിച്ച് അങ്ങനെ ഒരുപാട് സമയമുണ്ടായിരുന്നു. സാധാരണ നമ്മൾ അല്ലെങ്കിൽ ഈ ഫ്ലൈറ്റിൽ പോകുമ്പോഴല്ലേ നമുക്ക് ഒരുപാട് സമയം, നമുക്കങ്ങ് സമയം പോവില്ലല്ലോ. ഇപ്രാവശ്യം ഞങ്ങൾ കുറച്ച് നേരത്തെയും കൂടി എത്തിയതുകൊണ്ട് ഒത്തിരി സമയമുള്ളതുപോലെ തോന്നി. പിന്നെ ഭാഗ്യത്തിന് ഫ്ലൈറ്റൊക്കെ ഓൺ ടൈം ആയിരുന്നു. ഇനിയിപ്പോൾ ഇതെങ്ങാനും കുറച്ച് ലേറ്റും കൂടി ആയാൽ നമ്മൾ ശരിക്കും കാത്തിരുന്ന് ടയേർഡായി പോയേനെ. പിന്നെ ബോർഡിങ്ങും എല്ലാ സമയത്തായിരുന്നു. നമ്മൾ മലേഷ്യൻ എയർലൈൻസ് ആയിരുന്നു ഈ പ്രാവശ്യം. അപ്പോൾ നമുക്ക് കോലാലംപൂർ വഴിയായിരുന്നു കണക്ഷൻ ടു മെൽബൺ. നല്ല ജേണി ആയിരുന്നു. സുഖമായിട്ട് ഇവിടെ എത്തി. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ നാട്ടിലുണ്ടായിരുന്ന ഒരു 3 ആഴ്ചത്തെ വിശേഷങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. എനിക്ക് ഇഷ്ടപ്പെട്ടോ അതേ ബോറടിച്ചോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങളുടെ കമൻസിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പുതിയതായിട്ട് ചാനലൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ചെറിയ ട്രാവൽ വ്ലോഗ്സും പ്ലസ് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് അങ്ങനത്തെ ഒക്കെ വീഡിയോസാണ് അധികം ഇടാറുള്ളത്. അങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ റെഗുലർ കണ്ടൻസ് ഒക്കെ ആയിട്ട് ഉടനെ തന്നെ നല്ലൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ വീണ്ടും കാണും വരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.